വിഷ്ണു ഇങ്ങോട്ടൊന്ന് വന്നേ. അഞ്ജലിയാ ഞാൻ കഴിച്ചിട്ട് വരാം. നീ ഒന്ന് വാ, അത്യാവശ്യമാ. ഇതാ വരുന്നു. നീ ഇങ്ങോട്ടൊന്ന് വാ, അത്യാവശ്യം ആയോണ്ടല്ലേ. പറ. എനിക്കൊരു പേഴ്സണൽ കാര്യം പറയാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് കഴിച്ചോണ്ട് സംസാരിക്കാം. നീ ഇങ്ങോട്ടൊന്ന് വായേ. എനിക്കൊരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നീ പറഞ്ഞു തരണം. ഞാൻ ഒരു പെങ്കൊച്ചാന്നറിയാലേ. എന്റെ കല്യാണം കഴിയുന്നവരെ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടാ ഞാൻ ജീവിച്ചത്. അതിപ്പോ ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ ജീവിക്കുന്നത്. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത വീട്ടിലായോണ്ടേ അധികം സ്വാതന്ത്ര്യം ഇല്ലാതെ വളർന്നു. അവള് വായി നോക്കി വെളി വന്ന് നിൽക്കുക ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ. പഠിക്കാൻ പോകുമ്പോഴും കൂട്ടുകാരൊക്കെ കാണുമ്പോഴായിരുന്നു മനസ്സിന് കുറച്ച് സന്തോഷമൊക്കെ തോന്നിയിട്ടുള്ളത്. പഠിത്തം കഴിഞ്ഞ് കുറച്ചാൾ വീട്ടിൽ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എവിടെയെങ്കിലും പോവാൻ വിടുവോ? അതുമില്ല. പൈസയുടെ ബുദ്ധിമുട്ടെന്നപ്പോൾ ജോലിക്ക് കയറി. നല്ല വർക്ക് പ്രഷർ ഉണ്ടായിരുന്നെങ്കിലും നമുക്കെന്നുള്ളൊരു വാല്യൂ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വാല്യൂ ഒരു സ്വാതന്ത്ര്യമായിട്ട് തോന്നി. അപ്പോഴാ അനന്തുവിന്റെ കല്യാണാലോചന വന്ന്. എനിക്ക് വീട്ടുകാരൊക്കെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ശ്രീധനൊന്നും വേണ്ട, ഞാൻ അവളെ കെട്ടിക്കോളാം. നിന്റെ ആഗ്രഹമൊന്നും എനിക്ക് എതിർപ്പില്ല. നിന്റെ ഇഷ്ടങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞവൻ കല്യാണം കഴിഞ്ഞ് 2-3 മാസമായപ്പോഴത്തേന് ആകെ മാറി. പണ്ട് വീട്ടിലെങ്ങനായിരുന്നോ അതേ അവസ്ഥ ഇപ്പോൾ ഇവിടെ. ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പുറത്തോട്ട് വിടുന്നില്ല, ഒന്നിനും ഒരിതില്ല. അതിനകത്ത് ഞാനിപ്പോ എന്താ പറയാനാ? നിനക്കിപ്പോൾ അവനായിട്ട് പറ്റുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നേ. അങ്ങനല്ല, പണ്ട് പൊക്കോണ്ടിരുന്ന കണക്കാ ഇപ്പോഴും പോകുന്നെങ്കിൽ ഞാൻ അധികം അഡ്ജസ്റ്റ് ആയേനെ. പക്ഷെ ഇടയ്ക്ക് ഞാൻ സന്തോഷം ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്ത് അതുകൊണ്ടിപ്പോൾ പൂട്ടിയിട്ടേക്കുന്ന കണക്കാ തോന്നുന്നു. ഡൈവേഴ്സ് പറയാൻ എളുപ്പമാ, പക്ഷെ കുറേ കാര്യങ്ങളുണ്ട്. തിരിച്ച് ആ വീട്ടിലോട്ട് തന്നെ പോകണ്ടേ. വളർന്നത് വെച്ചിട്ട് സമൂഹം എന്തോ പറയുന്നുള്ള ചിന്ത. ഈ അവസ്ഥ മിക്ക സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. കല്യാണം കഴിഞ്ഞ് പല സ്വപ്നങ്ങളോട് വരുന്നതല്ലേ. ഇതിലിപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഡൈവേഴ്സ് ചെയ്തിട്ട് വീട്ടുകാരും നോക്കാതെ നാട്ടുകാരും എന്ത് പറയുന്നത് ചിന്തിക്കാതെ നിൻ്റെ കാര്യം നോക്കി നിനക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിധിയാണെന്ന് കരുതി ആ സന്തോഷമെല്ലാം മറന്ന് മുന്നോട്ടങ്ങ് പോവുക. പിന്നെ ഇതിനു മുന്നേ ആദ്യം ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അനന്തു വന്ന് നിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴേ അവന് ശ്രീധനം വേണ്ട, നിന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടാണോ ഈ കല്യാണത്തിന് തീരുമാനിച്ചതെന്ന് നീ ചിന്തിക്കണമായിരുന്നു. അല്ലാതെ വാഗ്ദാനങ്ങളെ അല്ല.